Hi, hello dears. Welcome back to my channel. Today we are going to discuss about culture media. What is culture media? The food material or the substance required for growing microorganism in vitro is called culture media. അതായത് മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, മീഡിയാസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചർ മീഡിയയിലൂടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും കിട്ടുന്നതാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഈ ഒരു കൾച്ചർ മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഉപയോഗങ്ങളാണ് ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണോ ഇൻഫെക്ഷൻ, ആ ഒരു ഇൻഫെക്ഷൻ്റെ ഇൻഫെക്റ്റീവ് ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു കൾച്ചർ മീഡിയയിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇൻഫെക്ഷൻ ക്യൂർ ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് ടു ഐഡൻറ്റിഫൈ ദ കോസ് ഓഫ് ഇൻഫെക്ഷൻ ഫ്രം ദ ക്ലിനിക്കൽ സാമ്പിൾ സോ ദാറ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ഗിവൺ ടു ദ പേഷ്യൻറ്റ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് ബയോളജിക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് വാക്സിൻസ്, ടോക്സോയിഡ്സ്, ആൻറ്റിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഈ ഒരു മീഡിയ പ്രിപ്പയർ ചെയ്യുമ്പം അതിന് വേണ്ടുന്ന കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കോമ്പോസിഷനിലൂടെയാണ് നമുക്ക് മീഡിയ പ്രിപ്പയർ ചെയ്യുക? അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കോമ്പോസിഷൻ ഫാക്ടേഴ്സ് വേണം. അപ്പോൾ അതായത് വാട്ടർ, എനർജി സോഴ്സ്, കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ്, മിനറൽ സാൾട്ട്സ് ആൻഡ് സ്പെഷ്യൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മീഡിയയുടെ കോമ്പോസിഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മീഡിയയുടെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദെയർ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റ്, അതിനനുസരിച്ചിട്ട് നമുക്ക് മീഡിയാസിന് സോളിഡ് മീഡിയം, ലിക്വിഡ് മീഡിയം ആൻഡ് സെമി സോളിഡ് മീഡിയം എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. ഇനി സെക്കൻഡ് വണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മീഡിയയിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബേസിസിൽ നമുക്ക് മീഡിയാസിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ മീഡിയം, കോംപ്ലക്സ് മീഡിയം, സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയം ആൻഡ് സ്പെഷ്യൽ മീഡിയ. അപ്പോൾ സ്പെഷ്യൽ മീഡിയസിൽ തന്നെ കുറേ എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറിച്ച്ഡ് മീഡിയാസ് ഉണ്ട്, എൻറിച്ച്മെൻറ്റ് മീഡിയ ഉണ്ട്, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ ആൻഡ് ട്രാൻസ്പോർട്ട് മീഡിയ. ഇത്രയും മീഡിയാസാണ് നമ്മുടെ സ്പെഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ റിക്വയർമെൻറ്റിൻ്റെ ബേസിസിലാണ്. അതായത് ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെൻറ്റ് വി ക്യാൻ ക്ലാസിഫൈ മീഡിയാസ് ഇൻ ടു 2, അതായത് അനേറോബിക് മീഡിയം ആൻഡ് എയ്റോബിക് മീഡിയം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടൈപ്സിൽ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? ബേസ്ഡ് ഓൺ ദെയർ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റ്, അതിനനുസരിച്ചിട്ട് നമുക്ക് മീഡിയാസിനെ സോളിഡ് മീഡിയം, ലിക്വിഡ് മീഡിയം ആൻഡ് സെമി സോളിഡ് മീഡിയം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സോളിഡ് മീഡിയം? അതായത് സോളിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? സോളിഡ് മീഡിയ. അപ്പം മെയിനായിട്ട് നമുക്ക് സോളിഡിഫിക്കേഷൻ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് അഗാർ അഗാറാണ്. അതായത് ഒരു ഗോൾഡൻ യെല്ലോ ഗ്രാനുലാർ ആയിട്ടുള്ള പൗഡറാണ് അഗാർ അഗാർ എന്ന് പറയുന്നത്. സീവീഡ്സിൽ നിന്നാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ഒരു അഗേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ടീരിയൻ്റെ ഗ്രോത്തിനൊന്നും ഈ ഒരു അഗാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ബാധിക്കില്ല. പിന്നെ വെച്ചാൽ സോളിഡിഫിക്കേഷൻ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ പറയുന്നത് 98 ഡിഗ്രി സെൽഷ്യസും അതേപോലെ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 42 ഡിഗ്രി സെൽഷ്യസും ആണ്. അതായത് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്തിട്ട് മീഡിയ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം, അതായത് ഏകദേശം ഒരു 98 to 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്തായാലും ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് കൂൾ ചെയ്തിട്ട് ഏകദേശം 45 ഡിഗ്രിക്ക് താഴെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മീഡിയാസ് ഈ ഒരു കൾച്ചർ പ്ലേറ്റിലേക്ക് പോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നിന്ന് തന്നെ എന്ത് സോൾഡിഫൈ ആവാനുള്ള സാധ്യതയുണ്ട്? ഈ ഒരു മീഡിയ സോൾഡിഫൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു കൾച്ചർ പ്ലേറ്റ്സിലോട്ട് ഈ ഒരു മീഡിയ പോർ ചെയ്യേണ്ടത്. അതായത് 42 ഡിഗ്രി സെൽഷ്യസിൽ എന്തായി? ഈ ഒരു മീഡിയ സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സോളിഡ് മീഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് സോളിഡ് മീഡിയ എന്നുള്ളത്. നമുക്ക് വിഷ്വലി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വാട്ട് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് സെമി സോളിഡ് മീഡിയ എന്നുള്ളത്. ഓരോന്നും പിക്ചറൈസേഷൻ ഞാൻ
ചെയ്ത് കാണിക്കാം. ഇനിയുള്ളത് രണ്ടാമത്തത് ലിക്വിഡ് മീഡിയ. ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു ലിക്വിഡ് ഇൻ സ്റ്റേറ്റ് ആയിരിക്കും. സോളിഡ് മീഡിയ പറയുമ്പോൾ സോളിഡ് ഇൻ സ്റ്റേറ്റ് ആണ്, ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഇൻ സ്റ്റേറ്റ് ആണ്. അതിനെ തന്നെ നമ്മൾ ഈ ഒരു ലിക്വിഡ്സിനെ തന്നെ സംടൈംസ് വി ആർ റെഫേർഡ് ആസ് ബ്രോത്ത്. ബാക്ടീരിയ ഗ്രോ യൂണിഫോംലി പ്രൊഡ്യൂസിങ് ജനറൽ ടെർബിഡിറ്റി ഇൻ ബ്രോത്ത്. അതായത് നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ട്. ഈ ഒരു ബ്രോത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, ടർബിഡിറ്റി നോക്കിയിട്ടാണ്. അതായത് ബാക്ടീരിയനെ ഈ ഒരു ലിക്വിഡ് മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം, ഇൻക്യുബേഷന് ശേഷം നമ്മൾ അവിടെ ടർബിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ന്യൂട്രിയൻ്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെമി സോളിഡ് മീഡിയ. അപ്പോൾ ഈ ഒരു സെമി സോളിഡ് മീഡിയാസൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ മോട്ടിലിറ്റിയും അതുപോലെ തന്നെ നോൺ മോട്ടൈൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് മോട്ടൈൽ ഓർഗാനിസത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെമി സോളിഡ് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെമി സോളിഡ് മീഡിയ ആർ സോഫ്റ്റ് ആൻഡ് ആർ യൂസ്ഫുൾ ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ബാക്ടീരിയൽ മോട്ടിലിറ്റി ആൻഡ് സെപ്പറേറ്റിംഗ് മോട്ടൈൽ ഫ്രം നോൺ മോട്ടൈൽ സ്ട്രെയിൻസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനിയുള്ളത് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓർ ഇൻഗ്രീഡിയൻസ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞു സിമ്പിൾ മീഡിയം ഉണ്ട്, കോംപ്ലക്സ് മീഡിയം, സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയം ആൻഡ് സ്പെഷ്യലൈസ്ഡ് മീഡിയ ആണ് ഉള്ളത്. അപ്പോൾ മെയിൻലി ഫസ്റ്റ് വൺ സിമ്പിൾ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് ന്യൂട്രിയൻ്റ് അഗാർ ആൻഡ് ന്യൂട്രിയൻ്റ് ബ്രോത്ത് ആണ് നമ്മൾ മെയിനായിട്ട് സിമ്പിൾ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ന്യൂട്രിയൻ്റ് ബ്രോത്തിൽ എന്തൊക്കെയാണ് കോമ്പോസിഷൻ ഉണ്ടാവുക, പെപ്റ്റോൺ ഉണ്ടാവും, അതുപോലെ തന്നെ മീറ്റ് എക്സ്ട്രാക്റ്റ് ഉണ്ടാവും, NaCl ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ന്യൂട്രിയൻ്റ് ബ്രോത്തിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2% അഗാറും കൂടെ ആഡ് ചെയ്താൽ അതെന്തായി, ന്യൂട്രിയൻ്റ് അഗാറായി മാറി. അപ്പം മോസ്റ്റ്ലി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ബാക്ടീരിയാസിനെയും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മീഡിയ ആണ്, സിമ്പിൾ മീഡിയ ആണ് എന്ത്, ന്യൂട്രിയൻ്റ് അഗാർ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് ബ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ കോംപ്ലക്സ് മീഡിയ ആണ് നെക്സ്റ്റ് വൺ. അത് പേര് പറയുന്ന പോലെ തന്നെ ഇത്തിരി കോംപ്ലക്സ് ആണ്. അതായത് അതിലുള്ള എക്സാക്റ്റ് കമ്പോണൻസ് എല്ലാം എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും, അതിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. അതിന് എക്സാമ്പിളാണ് ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് മീഡിയ പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇൻഗ്രീഡിയൻസ് ദാറ്റ് എക്സാക്റ്റ് കമ്പോണൻസ് ആർ ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ്. ഓക്കെ, എക്സാമ്പിൾ ചോക്ലേറ്റ് അഗാറും വരുന്നുണ്ട്, പിന്നെ ബ്ലഡ് അഗാറൊക്കെയാണ് അതിന് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യലി പ്രിപ്പയർഡ് മീഡിയ ഫ്രം പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസ് ഫോർ റിസർച്ച് പർപ്പസസ് ആൻഡ് കമ്പോസിഷൻ ഓഫ് എവറി കമ്പോണൻറ്റ് ഈസ് വെൽ നോൺ. അതായത് ഓരോരോ ഈച്ച് കമ്പോണൻറ്റിൻ്റെ കോമ്പോസിഷൻ നമുക്ക് വ്യക്തമായിട്ട് അറിയും. അതുപോലെ തന്നെ ഒരു പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസിന് നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു സിന്തറ്റിക് മീഡിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സിന്തറ്റിക് മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നത് റിസർച്ച് പേർപ്പസസിന് വേണ്ടിയിട്ടൊക്കെയാണ്. എക്സാമ്പിൾ പറയുന്നത് പെപ്റ്റോൺ വാട്ടർ ആണ്. അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 1% പെപ്റ്റോൺ പ്ലസ് 0.5% സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെപ്റ്റോൺ വാട്ടറിൻ്റെ കോമ്പോസിഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത അതാണ് സ്പെഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ മീഡിയാസിൽ തന്നെ കുറേ ടൈപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ എണ്ണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വരുന്നത് എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പം എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാധാരണ നമ്മുടെ സിമ്പിൾ മീഡിയത്തിലോട്ട് എന്തെങ്കിലും അത് ആ ഒരു മീഡിയ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലഡ്, സെറം, എഗ് ഒക്കെ ആഡ് ചെയ്യും. അതായത് സബ്സ്റ്റൻസ് ലൈക്ക് ബ്ലഡ്, സെറം, egg are added to the simple medium and used to grow the bacteria that are exacting in their nutritional needs. Okay, പിന്നെയുള്ളത് അതിന് എക്സാമ്പിൾ വരുന്നത് ബ്ലഡ് അഗാർ, അതുപോലെ തന്നെ ചോക്ലേറ്റ് അഗാർ ഒക്കെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നതാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ ലിക്വിഡ് മീഡിയ യൂസ്ഡ് ടു ഐസൊലേറ്റ് പാത്തജൻസ് ഫ്രം എ മിക്സഡ് പോപ്പുലേഷൻ. അതായത് ഒരു മിക്സഡ് ആയിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് ഒരു പ്യുവർ കൾച്ചറിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസം വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ഒക്കെ ഈ ഒരു മീഡിയയുടെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും.
അതായത് നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസം മാത്രമേ ഗ്രോ ആവേണ്ടതുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് എക്സാമ്പിൾ വരുന്നത് സൽനേറ്റ് എഫ് ബ്രോത്ത് ആണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സൽനേറ്റ് എഫ് ബ്രോത്തിൽ സാൽമോണല്ലയും ഷിജല്ലയുടെയൊക്കെയാണ് ഐസൊലേഷൻ മെയിനായിട്ട് വരുന്നത്. പിന്നെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അത് വിബ്രിയോ കോളറിൻ്റെ ഐസൊലേഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സെലക്റ്റീവ് മീഡിയ ആണ്. അതായത് ദ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ടു എ സോളിഡ് മീഡിയ ടു ഇൻഹിബിറ്റ് കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ സച്ച് ആസ് ആൻറ്റിബയോട്ടിക്സ്, ഡൈസ്, കെമിക്കൽസ്, അതുപോലെ തന്നെ ആൾട്ടറേഷൻ ഓഫ് pH. അതായത് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മീഡിയയിലോട്ട്, ഈ ഒരു സോളിഡ് മീഡിയയിലോട്ട് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അതായത് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ബാക്ടീരിയാസ് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇൻഹിബിറ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത്. അപ്പോൾ ഈ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് പറയുമ്പോൾ അത് ആൻറ്റിബയോട്ടിക്സ് ആവാം. അതായത് ഒരു സെർട്ടൈൻ മൈക്രോ ഓർഗാനിസത്തിന് വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആവാം. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ ഡൈസ്, കെമിക്കൽസ്, അതുപോലെ തന്നെ അതിൻ്റെ pH എന്തെങ്കിലും ആൾട്ടറേഷൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ സെർട്ടൈൻ ബാക്ടീരിയാസിൻ്റെ, അതായത് കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയോസിൻ മെത്തിലിൻ ബ്ലൂ അഗാർ മീഡിയ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതായത് ഈ മീഡിയ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു മെത്തിലിൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡൈ എന്ത് ചെയ്യും, മീഡിയത്തിൽ വരുന്ന ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഗ്രോ ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് കാമ്പൈലോബാക്ടർ അഗാമീഡ് എന്ന് പറയുന്നത്. അതായത് കാമ്പൈലോബാക്ടർ ജെജുനീന ഫീക്കൽ ഓറൽ റക്ടം സ്വാബ് എന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മീഡിയ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ലോസ്റ്റീൻ ജെൻസൻസ് മീഡിയ ആണ്. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെയാണ് മെയിനായിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മീഡിയത്തിൽ വളർത്തുന്നത്. അടുത്തതാണ് ഡിഫറൻഷ്യൽ മീഡിയ. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡിഫറെൻറ്റ് ബാക്ടീരിയ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കോളനി കളർ. അതായത് നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിനെയൊക്കെ പിഗ്മെൻറ്റേഷൻ വഴി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഡൈസും അതുപോലെ തന്നെ മെറ്റാബോളിക് സബ്സ്ട്രേറ്റ്സ് ഒക്കെ ഈ ഒരു മീഡിയത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ഇതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള കളേർഡ് കോളനീസ് ആയിട്ട് അപ്പിയർ ചെയ്യും. ഇപ്പോൾ മാക്കോങ്കി അഗാർ, ക്ലഡ് അഗാർ, TCBS അഗാർ, XLD അഗാർ ഒക്കെയാണ് മെയിനായിട്ട് ഡിഫറൻഷ്യൽ മീഡിയസിൽ വരുന്നത്. ഈ ഒരു മാക്കോങ്കി അഗാറിൽ എങ്ങനെയാണ് നമ്മൾ കോളനി ക്യാരക്ടറിസ്റ്റ് അല്ലെങ്കിൽ കോളനീസിനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു മാക്കോങ്കി അഗാർ മീഡിയത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണെങ്കിൽ പിങ്ക് കളേർഡ് കോളനീസും, നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണെങ്കിൽ കളർലെസ് കോളനീസ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലഡ് അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലഡ് അഗാറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ സ്വാമിങ് മൂവ്മെൻറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യലാണ് ഈ ഒരു ക്ലഡ് അഗാറിൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ XLD അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സാൽമോണല്ല, ഷിജല്ല സ്പീഷീസിനൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് മീഡിയ ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിങ് ദ സാമ്പിൾസ്. അപ്പോൾ സാമ്പിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. അതായത് ഡെലിക്കേറ്റ് ഓർഗാനിസംസ് മെ നോട്ട് സർവൈവ് ദ ടൈം ടേക്കൺ ഫോർ ട്രാൻസ്പോർട്ടിങ് ദ സ്പെസിമെൻ വിത്തൗട്ട് എ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നതാണ് സ്ട്വാർട്സ് മീഡിയം, അതേപോലെ തന്നെ ബഫേർഡ് ഗ്ലിസറോൾ, സലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഓക്സിജൻ റിക്വയർമെൻറ്റ്. ഇറ്റ് ഈസ് അനേറോബിക് മീഡിയ ആൻഡ് എയറോബിക് മീഡിയ. അനേറോബിക് മീഡിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദീസ് മീഡിയ ആർ യൂസ്ഡ് ടു ഗ്രോ അനേറോബിക് മൈക്രോ ഓർഗാനിസം. അനേറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യിപ്പിക്കാനാണ് അനേറോബിക് മീഡിയാസ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റോബർട്ട്സൺ കുക്ക്ഡ് മീഡിയം, പിന്നെ അതേപോലെ തന്നെ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത് മീഡിയ ഒക്കെയാണ്. പിന്നെയുള്ളതാണ് എയറോബിക് മീഡിയ എന്ന് പറയുന്നത്. മാൻറ്റോൾ സാൾട്ട് അഗാർ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു എയറോബിക് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറോബിക് മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാൻറ്റോൾ സാൾട്ട് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൾച്ചർ മീഡിയാസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ കൾച്ചർ മീഡിയാസ്, അതിൻ്റെ യൂസസ്, കമ്പോസിഷൻ, അതിൻ്റെ ടൈപ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.